രാമനെയും ശ്രീകൃഷ്ണനെയും ശിവനെയും മറ്റു മതസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. ശാസ്ത്ര പഠനം കൊണ്ട് മാത്രമേ മറുപടി കൊടുക്കാൻ സാധിക്കൂ. ശ്രീരാമൻ നാട്ടിലെ ഒരു പ്രജയുടെ ആക്ഷേപവാക്കുകൾ കേട്ട് ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു. ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണോ? അതിനെ ചോദിക്കുന്നതാണോ? ചോദ്യം ഇതാണ്, ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണോ? ഇത് എന്തിനു ചോദിക്കുന്നവനാണ്? ഇവിടെയല്ല, ഈ എഴുതിയാളെ കൊണ്ടല്ല പറഞ്ഞത്, ഇയാൾ മനസ്സിലാക്കാൻ ചോദിച്ചതാ. വ്യക്തമാണ് ഭാഷ. കാരണം പലരും ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റുന്നില്ല എന്ന് വ്യക്തമായി എഴുതിയതുകൊണ്ട്. നേരെ മറിച്ച് ഇത് വേറൊരർത്ഥത്തിലും ഭാവത്തിലും ആ ചോദിക്കണമെന്ന് വെച്ചാൽ അവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒരിക്കൽ നമ്മളോട് തന്നെ ഒരു പ്രഭാഷണാനന്തരം സംശയ നിവാരണത്തിന്റെ സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചിരുന്നു, ശ്രീരാമൻ എങ്ങനെ ധർമ്മവിഗ്രഹം എന്നൊക്കെ നിങ്ങൾ പറയുന്നു? ശ്രീരാമൻ ചെയ്തത് തെറ്റല്ലേ? ഭാര്യയെ ഒളിച്ചു കൊന്നു, ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ചു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ ഗൗരവത്തിൽ അയാളുടെ ചോദ്യം കേട്ടാൽ വിചാരിക്കും രാമൻ എന്റെ ആരോ ആണെന്ന്. ഞാൻ വെച്ചാൽ എന്നിട്ട് എന്തുണ്ടായി? കേസെടുത്തോ? ചാർജ് ചെയ്തോ പോലീസ്? എന്തുണ്ടായത്? ഗർഭിണിയായ ഭാര്യനെ ഉപേക്ഷിക്കാനോ? ഇജാതി പണിയൊക്കെ ചെയ്തിട്ട് എന്താ പോലീസ് ചെയ്തതെന്നിട്ട് കേസ് എടുത്തോ? അതും മറഞ്ഞു കൊല്ലേ? എവിടുന്നുണ്ടായത്? ആരങ്ങനെ ചെയ്തത്? സ്വാമി രാമൻ ഏത് രാമൻ? എവിടുന്നുണ്ടായത്? എവിടെയാ? നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ലല്ലോ ഒന്നും. സ്വാമി എന്താ ഒരുമാതിരി അറിയാത്ത പോലെ കളിക്കണത്? എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാഞ്ഞിട്ടില്ല. ഏത് രാമനാണ് ഇങ്ങനെ ഒളിഞ്ഞു കൊന്നത്? അത് സ്വാമി രാമായണം. ഏത് രാമായണം? ആരാ രാമായണം പറഞ്ഞു തന്നെ എന്നോട്? അത് വാൽമീകി പറഞ്ഞ. അപ്പൊ വാൽമീകി പറഞ്ഞത് നിനക്ക് വിശ്വാസം ഉണ്ടില്ലേ? വാൽമീകി പറഞ്ഞ സംഗതി ഉള്ളതാണല്ലേ? അതെ, ഉള്ളത് തന്നെയാണ്. എന്നാ വാൽമീകി അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് രാമൻ എന്താണോ ചെയ്തത് അത് ധർമ്മമാണെന്ന്. പോയിക്കോ. ആദ്യം പറഞ്ഞു രാമൻ എന്ത് ചെയ്തോ അത് ധർമ്മമാണ്. രാമന്റെ ചെയ്തി കണ്ടിട്ട് നീ ധർമ്മത്തെ മനസ്സിലാക്കണം. ആദ്യം ആര് പറയുക? വാൽമീകി പറയുക. ആ വാൽമീകിയുടെ വാക്കിൽ നിനക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. വിശ്വാസമുണ്ട്. അതിനുശേഷം അതേ വാൽമീകി പറഞ്ഞു, മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നിട്ട് വാലിയെ അമ്പ് ചെയ്തു. പിന്നെ അത് ധർമ്മമാണ്. ഒന്നുകിൽ വാൽമീകി ശരി പറഞ്ഞ ആളല്ല, തെറ്റാ പറഞ്ഞത്. വാൽമീകി പറയുന്ന തെറ്റാണെങ്കിൽ ഇങ്ങനെ രാമനുമില്ല, അവൻ ധർമ്മമൂർത്തിയല്ല. കഴിഞ്ഞു, പോയിക്കോ. അല്ല, വാൽമീകി പറഞ്ഞ സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാമൻ ധർമ്മവിഗ്രഹമാണ്, രാമൻ ചെയ്തതൊക്കെ ധർമ്മമാണ്. കഴിഞ്ഞു, പോയിക്കോ. ഇത്രയുള്ള പ്രശ്നം. കാരണം എവനൊന്നും മനസ്സിലാക്കാൻ ചോദിക്കുന്നവനല്ല. നിന്ദിക്കാനും വിമർശിക്കാനും ചോദിക്കുന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ ഊർജം നശിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. സന്തോഷം എന്ന് പറഞ്ഞ് ഒഴിവാക്കാവനെ, അത്രയേ. നേരെ മറിച്ച് മനസ്സിലാക്കാൻ ചോദിക്കുമ്പോൾ അതിന് മനസ്സിലാക്കാൻ തക്കോണം പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ചോദിച്ചതായതുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും. വിമർശിക്കാനും നിന്ദിക്കുന്നവനും ചോദിക്കുന്നവനോട് പറയേണ്ട ആവശ്യമില്ല. തീർത്തും പറയുന്നു. അപ്പോഴാണ് ചോദ്യം ഇവിടെ ചോദിച്ചത്, ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു. സ്വന്തം ഭാര്യയല്ല, അപ്പൊ എന്താ ചെയ്യേണ്ടത് രാമൻ അറിഞ്ഞൂടെ? സ്വന്തം വസ്തുവിന് എന്താ ചെയ്യേണ്ടത് രാമൻ അറിയാലോ. പരന്റെ ഭാര്യയാണെങ്കിൽ തെറ്റായൊരു ഉപദേശം കൊടുത്താൽ ശരിയാ. ഇത് സ്വന്തമാകുമ്പോൾ പിന്നെ നമ്മളെന്തിനാ ആലോചിക്കണത്? എന്നാലും സ്വാമി അത് വ്യാഖ്യാനമല്ലല്ലോ. അല്ല, അങ്ങനെയൊക്കെ പറയണമെന്നേ, എന്നിട്ടേ പതുക്കെ വിഷയത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ രാമൻ ധർമ്മവിഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നു. രാമൻ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്, വിദ്ധി മാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാശ്രിതം. ഋഷിമാർക്ക് തുല്യം പരിശുദ്ധമായ ധർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നവനാണ് ഞാനെന്ന് അല്ലയോ അമ്മേ കൈകേയി നീ മനസ്സിലാക്കിയാലും എന്ന് രാമൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ആവർത്തിച്ച് വാൽമീകി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം പറഞ്ഞത് മാരീചനാണ്. വളരെ ശ്രദ്ധേയമാണത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ആദ്യമായിട്ട് വാൽമീകി രാമായണത്തിൽ പറഞ്ഞത് മാരീചനാണ്. ഏത് മാരീചൻ?
ഏതൊരു മാരീചനാണോ രാമനെ സങ്കല്പിച്ച് ഭയഭീതനായിരിക്കുന്നത് ആ മാരീചൻ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനഃശാസ്ത്രപരമായി ചിന്തിക്കുക. കാരണം നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നോ ബഹുമാനിക്കുന്നോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പുകഴ്ത്താറുണ്ട്. അവർക്കുള്ളതും ഇല്ലാത്തതുമായ ഗുണഗണങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ പുകഴ്ത്താറുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെ, നമ്മൾ ബഹുമാനിക്കുന്നവരെ, ഇല്ലേ? ഉണ്ട്. അഥവാ നമ്മുടെ ശത്രുക്കളെ നമ്മൾ പുകഴ്ത്തിയെന്ന് വരും. ഉണ്ടാവുക? നമ്മുടെ ശത്രുക്കളെ നമ്മൾ പുകഴ്ത്തുവോ? ചിലരില്ല എന്നാ പറഞ്ഞു. പുകഴ്ത്തും. എന്തിനാച്ചാ അതൊക്കെയാണെങ്കിൽ അവനെനിക്ക് പുല്ലാട്ടോ. ശത്രുവിനാദ്യം പുകഴ്ത്തിയിട്ട് എന്നിട്ട് അതൊക്കെയാണെങ്കിൽ അവൻ എനിക്ക് പുല്ല എന്നുവെച്ചാൽ തന്റെ കേമത്വം പറയാനാ. ഇങ്ങനെയുണ്ട്. എന്നാൽ ഒരിക്കലും ആരെയെങ്കിലും സങ്കല്പിച്ച് നമ്മൾ ഭയഭീതനായി കഴിയുന്നുണ്ടെങ്കിൽ അയാളെ പുകഴ്ത്തില്ല, അയാളുടെ അഭാവത്തിൽ. ഉറപ്പാ. നിങ്ങൾ മനഃശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കുക. അയാളുടെ മുമ്പെന്ന് പുകഴ്ത്തിന്ന് വരും, പക്ഷെ പിന്നൊരിക്കലും പുകഴ്ത്തില്ല. എങ്കിൽ പറയട്ടെ, രാന്ന് കേട്ട പേടിയുള്ള ആളാണ് മാരീചൻ. അതിന് കാരണം നമ്മൾ കുറെ മുന്നോട്ട് പോകേണ്ടി വരും. വിശ്വാമിത്രൻ യാഗം ദീക്ഷിച്ചു, രാമൻ ദീക്ഷിച്ചു യാഗരക്ഷ. അതെന്തിനാന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് മുമ്പോട്ട് പോകേണ്ടി വരും. ചുരുക്കി ഇത്ര മാത്രം പറയാം. സത്വപ്രധാനികളായ സാധകന്മാര് യജ്ഞകർമ്മങ്ങളെ ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത സർക്കാരിനുള്ളതാണ്. അതുകൊണ്ടാണ് ദശരഥന്റെ പ്രതിനിധിയായി രാമൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് യാഗദീക്ഷയും യാഗരക്ഷാദീക്ഷയും ഒന്നിച്ചു സംഭവിച്ചു. അങ്ങനെ യാഗം നടക്കുന്ന സമയത്തതാ ആകാശദേശത്തു നിന്ന് ഈ യജ്ഞം മുടക്കാനുള്ള പരിപാടി ആരംഭിക്കുന്നു. ഒരേ സമയത്ത് 2 അമ്പ് രാമൻ തൊടുത്തു വിട്ടു. ഒന്ന് സുബാഹുവിനെ ഭസ്മമാക്കി, മറ്റൊന്ന് മാരീചനെ 100 യോജന ദൂരെ കടലിലാഴ്ത്തി. 100 യോജന ദൂരെയാ. അപ്പോ എന്തായാലും 1400 കിലോമീറ്റർ ദൂരെ, ഏകദേശം ബംഗാൾ ഉൾക്കടലിലായിരിക്കും വീണിട്ടുണ്ടാവുക. അത് സംശയമില്ല. അളന്നു നോക്കിയാൽ അങ്ങോട്ടാ കിട്ടുക. ബംഗാൾ ഉൾക്കടലിലാവും. അങ്ങനെ അവിടുന്ന് ഒരു വിധത്തിൽ നീന്തി രക്ഷപ്പെട്ടു. വെള്ളത്തിൽ വീണാൽ അങ്ങനെ രക്ഷപ്പെടുന്നാ പറയണത്. അങ്ങനെ ഉണ്ടായത്. വെള്ളത്തിൽ വീണുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതെ. ഇപ്പൊ ചില അപകടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ പോകുന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ വെള്ളത്തിലായിരുന്നു സ്വാമി എന്ന് പറയാറുണ്ട്. കുറെ പേരങ്ങനെ നമ്മളിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇയാള് വെള്ളത്തിലാ വീണത്. അതുകൊണ്ട് ഒരുവിധം നീന്തി പുറത്ത് രക്ഷപ്പെട്ടു. ഇപ്പൊ അങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു പൊല്ലാപ്പിനും പോകില്ല, ഒരു യജ്ഞം മുടക്കാനും പോകില്ല. ചില ആൾക്കാർ അങ്ങനെയാ. കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നും. അങ്ങനെയാ ചില ആൾക്കാർ. അതിനുശേഷം മാരീചൻ ഒരു യാഗം മുടക്കാനും പോയിട്ടില്ല. അങ്ങനെ കാട്ടിൽ ഏകാന്തമായി കഴിഞ്ഞുകൂടുക. ഒരു പൊല്ലാപ്പനും ഇല്ല കേട്ടോ. ഈ സമയത്താ മറ്റൊരു വരണത്. രാവണൻ വന്നു സ്തുതിക്കാൻ തുടങ്ങി. ഭാഗമൊക്കെ വായിക്കേണ്ടതാണ്. എന്തൊരു സുന്ദരാന്നറിയോ വാൽമീകി രാമായണത്തെ. നമുക്ക് വാൽമീകി രാമായണം വായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സംസ്കൃതം പഠിക്കണം. ഇത്ര സുന്ദരമാണ്. അതിന്റെ സൗന്ദര്യം വാക്കുകൾക്ക് അതീതമാണ്. ഏതായാലും പുകഴ്ത്താൻ തുടങ്ങി. നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അപ്പ ശ്രദ്ധിച്ചോളണം. ആരെങ്കിലും നമ്മളെ നിന്ദിച്ചാൽ കുഴപ്പമില്ല. ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അപ്പ ശ്രദ്ധിക്കുക, എന്തോ ഒരു പ്രാർത്ഥന പറയാൻ പോണുണ്ടെന്ന്. ഏതായാലും പുകഴ്ത്തി മരിച്ചു. നീ കാര്യം പറ, എന്താ? അപ്പൊ പറഞ്ഞു, ദണ്ഡകാരണ്യത്തില് ഗോദാവരി തീരത്ത് ജനസ്ഥാനത്ത് ദശരഥപുത്രനായ രാമനും പത്നിയായ സീതയും സഹോദരൻ ലക്ഷ്മണനും കൂടെ കഴിയുന്നുണ്ട്. അതിൽ സ്ത്രീരത്നമായ സീതയെ എനിക്ക് ലങ്കയിലേക്ക് കൊണ്ടുപോകണം. അതിനൊരു സഹായം ചെയ്തു തരണം. അപ്പൊ രാവണൻ തന്നെ മായാജാലക്കാരനാ, ഇന്ദ്രജാലക്കാരനാ. അപ്പൊ ഇന്ദ്രജാലക്കാരൻ സ്വതവയായ രാവണൻ മാരീചനോട് സഹായം അഭ്യർത്ഥിക്കാച്ചാ മാരീചനാരാ? മഹേന്ദ്രജാലക്കാരനാ. സംശയമില്ല. അപ്പോ ഇത് കേട്ടപ്പോഴാ മാരീചൻ ചോദിച്ചത്, നീ എന്താ പറയണത്? നിന്റെ കുലം മുഴുവൻ നശിപ്പിക്കാനുള്ള മാർഗം നിനക്ക് ആര് പറഞ്ഞു തന്നു?
കുലം സമ്പൂർണമായി നശിച്ചു പോകും. ആരാ രാമെന്ന് നിനക്കറിയോ? അവിടെയാ പറയണത് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമഃ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവഃ. ആരാ രാമൻ നിനക്കറിയോ? രാമോ വിഗ്രഹവാൻ ധർമ്മ. നമുക്ക് അത്രയിലെ താല്പര്യമുള്ളൂ. ഈ വാക്ക് പറയാനാ അപ്പൊ അതൊക്കെ പറഞ്ഞത്. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മം വിഗ്രഹമാണ്. ധർമ്മം ഒരു മൂർത്തി രൂപത്തെ സ്വീകരിച്ചു വന്നാൽ എന്തോ അതാണ് രാമൻ. സത്യപരാക്രമ. വേറൊരു പാഠം സാധു സത്യപരാക്രമ. സത്യസ്വരൂപനാണ്, സത്യപരാക്രമനാണ്. മറ്റൊരർത്ഥം സാധുവാണ്, ധർമാചാരയുക്തനാണ്, സത്യപരാക്രമനാണ്. സത്യപരാക്രമൻ എന്നുള്ളത് രാവണനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പദമാണ്. രാമന്റെ പരാക്രമം ഒരിക്കലും വ്യർത്ഥമായി പോകില്ല. സത്യപരാക്രമനാണ്. കരുതിക്കോ, വേണ്ടാത്ത കളിക്ക് പോണ്ട. പിന്നെ ഗൂഢാർത്ഥം വെച്ചൊരു പ്രയോഗമുണ്ട്. എന്താ ഗൂഢാർത്ഥം വെച്ചാൽ, സ്ത്രീരത്നമായ സീതയെ എനിക്ക് കൊണ്ടുവരണമെന്നാ രാവണൻ പറഞ്ഞ്. സ്ത്രീയായ സീതയെ കൊണ്ടുവരണമെന്നല്ല, സ്ത്രീരത്നമായ സീതയെ കൊണ്ടുവരണമെന്നാ. അതിന്റെ ഗൂഢാർത്ഥം എന്താന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് മറ്റു സ്വത്തൊക്കെ എല്ലാവരുടെയും കൈവശം വെക്കാം. പക്ഷെ രത്നം രാജാവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അപ്പൊ സ്ത്രീരത്നമായ സീതയെ രാജാവായ ഞാനാണ് കൈവശം വെക്കേണ്ടതെന്നാ രാവണന്റെ വ്യംഗ്യം. അതിനാണ് മറുപടി, എടാ നീ ലങ്കയുടെ രാജാവായിരിക്കാൻ. രാമൻ ആരാന്നറിയോ? രാജാ സർവസ്യ ലോകസ്യ, സർവലോകത്തിന്റെയും രാജാവാണ്. ആ രാജാവിന്റെ രത്നത്തിൽ നീ കയറി കൈവയ്ക്കേണ്ട. ദേവാനാമിതി വാസവ. ദേവന്മാർക്ക് വാസവന് ദേവേന്ദ്രനെ പോലെ. ഇവിടെ പറഞ്ഞത് ഭയഭീതൻ പോലും സ്തുതിച്ച ധർമ്മ വ്യക്തിത്വമാണ് രാമന്റേത്. ആ രാമന്റെ ചെയ്തിയിലാണോ നമ്മൾ ആ ധർമ്മം സങ്കല്പിക്കുന്നത്? അപ്പോൾ രാമന്റെ പല ചെയ്തികളും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ധർമ്മമാണെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ ദൃഷ്ടിയുടെ പോരായ്മയാണ്. അതെങ്ങനെ മനസ്സിലായില്ലല്ലോ. പറയാം. ധർമ്മം ചര എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ധർമ്മം ആചരിക്കൂ. പക്ഷെ സ്വജീവിതത്തിൽ ആചരിക്കുമ്പോൾ വളരെ പ്രശ്നകരമാണ്. ഏറ്റവും പ്രധാനം, ഓരോ സന്ദർഭത്തിലും മുഖ്യധർമ്മം, ഗൗണധർമ്മം എന്നിവയെ വേർതിരിച്ചു മനസ്സിലാക്കണം. മുഖ്യധർമ്മം, ഗൗണധർമ്മം. മുഖ്യധർമ്മവും ഗൗണധർമ്മവും ഒരുപോലെ വന്നാൽ ഒരു പ്രശ്നവുമില്ല, രണ്ടും ആചരിക്കാം. മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിപരീതമായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചോദ്യം. മുഖ്യധർമ്മവും ഗൗണധർമ്മവും ഒരുപോലെ വന്നാൽ ഒരു പ്രശ്നവുമില്ല, രണ്ടും ആചരിക്കാം. എന്നാൽ മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിപരീതമായി വന്നാൽ നമ്മൾ എന്താചരിക്കും? എന്താ ചെയ്യുക? ധർമ്മം ആചരിക്കണമെങ്കിൽ മുഖ്യധർമ്മം ആചരിക്കണം. അതിന് വിരുദ്ധമാണ് ഗൗണധർമ്മം. എന്ത് ചെയ്യും? ഒറ്റ വഴിയുള്ളൂ. ധർമ്മം ആചരിക്കണമെന്നുണ്ടെങ്കിൽ ഗൗണധർമ്മത്തെ ഉപേക്ഷിക്കണം. അതെ, ഇത് വലിയ പ്രശ്നം. നമുക്കിവിടെ ഈ ഹാളിനുള്ളിലിരുന്ന് പറയാൻ വളരെ സുഖ. സ്വജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ന്യായാധിപന്റെ മുമ്പിൽ വന്നൊരു കേസ്. ഇന്നലെ വരെയാണെങ്കിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കേണ്ടുന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സ്വന്തം മകനാണ്. ഈ ന്യായാധിപൻ എന്ന വ്യക്തിക്കുള്ളിൽ ഒരു ഭാഗത്ത് ന്യായാധിപൻ പറയുന്നു അവന് വധശിക്ഷ വിധിക്കണം. അച്ഛൻ പറയുന്നു അയ്യോ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്റെ മകനാണ്. ഇത്തരം ഏറ്റുമുട്ടലുകൾ സംഭവിക്കുമ്പോൾ ധർമ്മം ആചരിക്കുക എന്ന് ഇവിടെ ഇരുന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ സ്വജീവിതത്തിൽ ആചരിക്കുക എളുപ്പമല്ല. അതെ, ഒരിക്കല് നമ്മളൊരു മഹാത്മാവിന്റെ അടുത്ത് ഇരിക്കുക, ഒരു സന്യാസിയുടെ അടുത്ത്. അദ്ദേഹം വലിയൊരു സ്ഥാപനത്തിന്റെ അധിപതിയാണ്. ഒരുപാട് വലിയ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലുണ്ട്. സ്കൂളുകളുണ്ട്, വലിയ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പല ആവശ്യത്തിനും പല ആൾക്കാരും പല ശുപാർശയും പറയാനൊക്കെ വരും. എന്റെ കുട്ടിക്ക് സീറ്റ്, അല്ലെങ്കിൽ എന്റെ മോൾക്ക് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരും.
ഏതായാലും ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. കഥയെല്ലാം ഉണ്ടായതാണ്. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു, തൊഴുതിട്ടാണ്, സ്വാമിജിയോട് പറയാൻ പാടില്ല എന്നറിയാം. സ്വാമിജി പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഇയാൾ എന്തോ, ഇയാള് വലിയ പത്രാസിൽ വന്നതാ. വലിയ പത്രാസിലാ വന്നിട്ടുള്ളത്. തൊഴുതിട്ട് പറഞ്ഞാണ് സ്വാമിജിയോട് പറയാൻ പാടില്ല എന്നറിയാം എന്ന് പറയലും സ്വാമി പറഞ്ഞു ഗെറ്റ് ഔട്ട്. ഇയാൾ പിന്നെ പോവല്ലാണ്ട് വല്ലതും ചെയ്യാൻ പറ്റും? സ്വാമിയുടെ മുറിയുന്നല്ലേ സ്വാമി പറഞ്ഞ ഗെറ്റ് ഔട്ട്. ഇയാൾ വേഗം തലയും താഴ്ത്തിപ്പോയി. നമ്മൾ സ്വാമിയോട് ചോദിച്ചല്ല, സ്വാമിജി അദ്ദേഹം പറഞ്ഞൊന്ന് കേട്ട ശേഷം പോരായിരുന്നോ ഗെറ്റ് ഔട്ട് എന്ന് പറയുക? എന്താ സ്വാമി പറയണത്? അയാൾ എന്ത് തോന്നിവാസം പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അയാൾ എന്ത് തെറ്റു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അയാൾ എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അയാൾക്കറിയാം സ്വാമിയോട് പറയാൻ പാടില്ലാത്തതാണ്. പിന്നെ ഞാൻ എന്താ കേൾക്കണത്? സ്വാമിയോട് പറയാൻ പാടുള്ളതാണെന്ന ധാരണയോടുകൂടി അയാൾ എന്ത് വിഡ്ഢിത്തവും പറഞ്ഞോട്ടെ, എന്ത് തെറ്റും പറഞ്ഞോട്ടെ, നമുക്ക് കേൾക്കാലോ. പക്ഷെ അയാൾക്ക് സ്വയം അറിയാണ്ട് സ്വാമിയോട് പറയാൻ പാടില്ല. പിന്നെ അയാൾ എന്തിനാ പറയണത്? പോട്ടെ. ആള് എത്ര ശരിയാ മഹാത്മാവ് പറഞ്ഞേ. ചിന്തിക്കുക. സ്വജീവിതത്തിൽ സ്വന്തം കുട്ടികളെ കാര്യം വരുമ്പോ, ഭാര്യയുടെ കാര്യം വരുമ്പോ, ഭർത്താവിന്റെ കാര്യം വരുമ്പോ, മമത്വത്തിനാസ്പദമായ വ്യക്തികളുടെ കാര്യം വരുമ്പോ, മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധ ചേരികളിൽ വരുമ്പോൾ മുഖ്യ ആചരണത്തിന് ഗൗണത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ ധർമ്മം ആചരിക്കണമെങ്കിൽ അത് വേണം, എന്നാലേ സാധിക്കൂ. ഇനി വിഷയത്തിലേക്ക് വരിക. രാജാവ് ചാരചക്ഷുസാണ്. രാജാവ് മാംസചക്ഷുസല്ല. ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടത്. രാജാനഹ ചാരചക്ഷുഷ, ചാരചക്ഷുസാണ്. അപ്പൊ ചാരന്മാര്, ഗുപ്തചാരന്മാര് നാട്ടിലുടനീളം പോയി സഞ്ചരിച്ച് എന്ത് വിവരങ്ങളാണോ തനിക്ക് തരുന്നത് അതിനനുസരിച്ച് ഭരിക്കാൻ രാജാവ് നിർബദ്ധനാണ്. എങ്കിൽ വരിക വീണ്ടും രാമന് വിവരം കിട്ടുന്നു, നാട്ടില് സംഭാഷണം. അതിനെ അങ്ങനെ കണ്ടോന്റെ അടുത്ത് പോയിട്ട് താമസിച്ചിട്ടുള്ള ആളെ കൂടെ അംഗീകരിച്ച് താമസിപ്പിക്കാൻ ഞാൻ രാമനൊന്നുമല്ല എന്ന് നാട്ടിൽ സംഭാഷണം. രാജാവ് ദോഷം ചെയ്യരുതെന്നല്ല, രാജാവിൽ ദോഷം ആരോപിക്കപ്പെടരുത്. ഇതെന്ത് ദോഷം ആരോപിക്കപ്പെട്ടാലും കടിച്ചു തൂങ്ങി നിൽക്കണ നമ്മുടെ നേതാക്കന്മാരല്ല. ദോഷമല്ല, അതിന്റെ അപ്പുറത്ത് ദോഷം ആരോപിക്കപ്പെട്ടാലും എന്തൊരു തൊലി കെട്ടിയ ഭഗവാനെ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് എവൻ പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ എവൻ തിരിച്ചാരോപണം ചെയ്യും, എവൻ മറ്റേ പക്ഷത്ത് പോയാൽ തിരിച്ചാരോപണം ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണം ജനങ്ങൾ നോക്കി വിട്ടിയുള്ളൂ. അതല്ല സ്ഥിതി. സ്വന്തം പരരാജ്യത്തുള്ള പ്രജ എന്ത് ദുരാരോപണം ചെയ്താലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ സ്വരാജ്യത്തുള്ള ഒരു പ്രജ പോലും ദുരാരോപണം ചെയ്യരുത്. നിയമമാണ്. ശത്രുരാജ്യത്തുള്ളവർ എന്ത് കുറ്റം പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ സ്വരാജ്യത്തുള്ള ഒരു പ്രജ പോലും ദോഷം ആരോപിക്കപ്പെടരുത്. ഇതാണ് ഗുപ്തചാരന്മാര് കൊണ്ടുവന്ന വിവരം. രാമനിനി രണ്ട് കർത്തവ്യമേ സാധിക്കൂ. ഒന്നുകിൽ ഭർതൃധർമ്മത്തെ മുഖ്യമായി കണക്കാക്കണം, അല്ലെങ്കിൽ രാജധർമ്മത്തെ മുഖ്യമായി കണക്കാക്കണം. രണ്ടും വിരുദ്ധ ചേരിയിൽ വന്നു കഴിഞ്ഞു. ഭർതൃധർമ്മത്തെ മുഖ്യമായി കണക്കാക്കിയാൽ രാജപദവിയെ ഉപേക്ഷിക്കണം. സീതയാകുന്ന ഭാര്യയോടുകൂടെ രാമനാകുന്ന ഭർത്താവ് സുഖമായി താമസിക്കണം. അതല്ലേ വേണ്ടതെന്ന് നമ്മൾ ചിലപ്പോ വൈകാരികമായി ചിന്തിച്ചേക്കാം. പക്ഷേ അങ്ങനെ രാജധർമ്മത്തെ ഉപേക്ഷിക്കുന്ന പക്ഷം ആരുണ്ട് രാജാധിപത്യം ഏറ്റെടുക്കാൻ? ഭരതനോ? 14 വർഷം തികയുന്നെന്ന് രാമൻ തിരിച്ചു വരാത്ത പക്ഷം അഗ്നിപ്രവേശം ചെയ്യാൻ വേണ്ടി ചിതയൊരുക്കിയിരുന്നവനാണ് ഭരതൻ. അത്ര ത്യാഗനിഷ്ഠനെ ലോകത്തെവിടെ കണ്ടിട്ടുണ്ട്? പിന്നെ ആര്? ലക്ഷ്മണനോ? അല്ല ശത്രുഘ്നനോ? രാജ്യം അരാജകമായി തീരും. അരാജകമായ രാജ്യം നശിക്കും. അത് ധർമ്മശാസ്ത്രങ്ങളിൽ ഉടനീളം ശപിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ത്യജേദേകം കുലസ്യാർത്ഥേ എന്ന് ധർമ്മശാസ്ത്രത്തിൽ ആചാര്യന്മാർ പറഞ്ഞ ന്യായം സ്വീകരിച്ചേ മതിയാവും. രാമൻ ഭർതൃധർമ്മത്തെ ഗൗണമായി ഉപേക്ഷിച്ചു, രാജധർമ്മത്തെ മുഖ്യമായി സ്വീകരിച്ചു. സീത തന്നെ മുമ്പ് ആവശ്യപ്പെട്ട പ്രകാരം
കാട്ടിലൊക്കെ ഒന്ന് പോയി താമസിക്കേണ്ടിയിരുന്നു കുറച്ചു കാലത്തേക്ക്. പ്രത്യേകിച്ച് ഋഷിമാരുടെ ഈ പർണശാലകളുടെ അടുത്ത് താമസിക്കാൻ എന്ത് രസമായിരിക്കും എന്നൊക്കെ സീത പറഞ്ഞിട്ടുണ്ട്. എന്നാ രണ്ടും കൂടി ഒന്നിച്ചാണ്ടായിക്കോട്ടെ. അതിനുശേഷമുള്ള രാമനെ ശ്രദ്ധിക്കുക. രാമൻ അന്ന് വയസ്സ് 39 ഉള്ളൂ. 39 വയസ്സായിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ രാമന് വേറെയും വിവാഹം കഴിക്കാമായിരുന്നു. രാജാവിന് അനേക വിവാഹങ്ങൾ ആവാം. അച്ഛൻ തന്നെ 3 വിവാഹങ്ങളും കഴിച്ചിട്ടുണ്ട്. 360 സ്ത്രീകളെ തന്റെ സ്വാധീനത്തിൽ വെച്ചിട്ടുണ്ട്. ദശരഥന് 3 ഭാര്യമാരും 360 രാജസ്ത്രീകളുണ്ടായിരുന്നു. പക്ഷേ ഏകപത്നി വ്രതത്തിന്റെ മൂർത്തിയായ രാമൻ എന്തൊക്കെ പ്രേരണ ഉണ്ടായിട്ടുണ്ടാവും? പലരും പറഞ്ഞിട്ടുണ്ടാവും രാമൻ ഒരു കല്യാണം കഴിക്കുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പാ, നമുക്ക് ഉറപ്പാ. രാമായണത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് ആലോചിച്ചാൽ അറിയാം ഉണ്ടാവും. പക്ഷെ രാമൻ കഴിച്ചില്ലെന്ന് മാത്രമല്ല, ഏകപത്നി വ്രതത്തിൽ ഉറച്ചിരുന്നു. യജ്ഞനിർവഹണ സമയത്ത് പത്നിയുടെ സ്ഥാനത്ത് സുവർണമയിയായ സീതയുടെ പ്രതിമയെ ഉണ്ടാക്കി വെച്ചു. ഈ രാമനെ കുറിച്ചാണോ പറയുന്നത്? മാത്രവുമല്ല, വ്യക്തമായി രാമായണത്ത് പറയുന്നുണ്ട്, സീതാപരിത്യാഗ അനന്തരം രാമൻ മുനിവ്രതത്തിലാ കഴിഞ്ഞതെന്ന്. മുനിവ്രതത്തില് രാമനെന്ന ഭർത്താവ് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് രാമായണത്തിൽ. രാമനെന്ന രാജാവിന് ഒരു കുലുക്കവും ഇല്ല. 2 ഭാവമാണ്. രാജസദസ്സിൽ വെച്ച് രാമൻ പറയുന്നു, ഞാൻ രാജ്ഞിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മറുത്തൊരക്ഷരം പറഞ്ഞാൽ നിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. ലക്ഷ്മണനോട് പറഞ്ഞു, ഭരതനോട് പറഞ്ഞു, ശത്രുഘ്നനോട് പറഞ്ഞു, ഇതേ വാക്യം. എന്നാൽ രാമനെന്ന ഭർത്താവുണ്ടല്ലോ, അകത്തു പോയിട്ട് പൊട്ടി പൊട്ടി കരയുക. ആ ഭർത്താവിനെ മറ്റു സഹോദരന്മാര് സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ഇത് വായിച്ചു പഠിക്കേണ്ടതാ രാമായണത്തിൽ. ഇതൊന്ന് വായിക്കൂ, എന്നിട്ട് പറയൂ രാമൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന്. രാജാവിന്റെ പദവിയിൽ ഇരുന്ന് ചിന്തിക്കണം, നമ്മുടെ പദവിയിലല്ല ചിന്തിക്കേണ്ടത്. മാത്രവുമല്ല, രാജാവ് ഒട്ടും സ്വതന്ത്രനല്ല. നമ്മൾ വിചാരിക്കും രാജാവൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ സുഖാന്ന്. ഒട്ടും സ്വതന്ത്രനല്ലാത്തവനാ രാജാവ്. ചാണക്യൻ വ്യക്തമായി പറയുന്നുണ്ട്, നീതിശാസ്ത്രാനുഗോ രാജ. രാജാവിന് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. നീതിശാസ്ത്രങ്ങളിലൂടെ ഋഷിമാരെന്ത് ബോധിപ്പിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ജീവിക്കാൻ മാത്രമേ രാജാവിന് അധികാരമുള്ളൂ. നമുക്കൊക്കെ കുറെ സ്വാതന്ത്ര്യമുണ്ട്, രാജാവിന് അത്രയും സ്വാതന്ത്ര്യം ഇല്ല. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് മനസ്സിലാക്കാനല്ലാതെ നിന്ദിക്കാൻ ചോദിക്കുന്നവരോട് ഇങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കരുതേ. പ്രത്യേകം ശ്രദ്ധിക്കുക. നിന്ദിക്കാൻ വേണ്ടി ചോദിക്കുന്നവനോട് ഇതുപോലെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവനെ അങ്ങോട്ട് എതിർചോദ്യങ്ങളെ കൊണ്ടോ അവനെ അങ്ങോട്ട് വിഷമിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ട് ഒഴിവായിക്കൊള്ളാം. മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് എന്ത് വേണം? സ്വയം വാൽമീകി രാമായണം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക. സംസ്കൃതം അറിയില്ലല്ലോ, സംസ്കൃതം പഠിക്കുക. അയ്യോ അതൊക്കെ സാധിക്കുമോ? എന്നാ മലയാള തർജ്ജമ, ഇംഗ്ലീഷ് തർജ്ജമ, ഹിന്ദി തർജ്ജമ എല്ലാം ഉണ്ട്. ഏത് ഭാഷയാണ് അവനവന് കൂടുതൽ സ്വീകാര്യം അത് അനുസരിച്ച് വായിക്കുക. ശരി. ഒളിയം പെയ്ത് നിഗ്രഹിക്കുന്നത് ധീരന്മാർക്ക് യോജിച്ചതാണോ? യുദ്ധമര്യാദകൾക്ക് ചേർന്നതാണോ? ഒരിക്കലും യുദ്ധമര്യാദയ്ക്ക് ചേർന്നതല്ല, ഒരിക്കലുമല്ല. അപ്പൊ വാലിയും രാമനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. വാലിയും രാമനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാമൻ ചെയ്തത് തെറ്റാണ്. വാലിയും സുഗ്രീവനും തമ്മിലാണ് ഗുസ്തി ഉണ്ടായത്. ഗുസ്തിയാണ്, ദ്വന്ദ്വയുദ്ധം, മല്ലയുദ്ധം എന്നൊക്കെ പറയാം. ആ സമയത്താണ് രാമൻ അമ്പെയ്ത് വാലിയെ വീഴ്ത്തിയത്. നമ്മൾ വാലിയെ ഒന്ന് പരിചയപ്പെടണം, എന്നാലേ ഈ സാങ്കത്യം മനസ്സിലാവും. ഈ വാലി ആള് പ്രബലനാ. പ്രബലൻ മാത്രമല്ല, താൻ ധരിച്ചിരിക്കുന്നത് മാത്രമേ സ്വീകരിക്കൂ. വേറെ ആര് പറഞ്ഞാലും സ്വീകരിക്കില്ല. തനിക്കങ്ങോട്ട് ശരിയാൻ തോന്നിയാൽ അല്ലാതെ ലോകത്തിൽ ആര് പറഞ്ഞാലും വാലി സ്വീകരിക്കില്ല. അതാണ് വാലിയുടെ സ്വഭാവം. ഇത് വാൽമീകി രാമായണത്തിൽ വ്യക്തമായി ആദ്യം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും രാമൻ അമ്പെയ്തു, വാലി വീണു. വീണപ്പോൾ എല്ലാവരും ഓടിച്ചെന്നു. രാമനും ലക്ഷ്മണനും ഹനുമാനും നീലനും ഗവയനും അങ്ങനെ എല്ലാവരും ഓടിച്ചെന്നു.
വാലി പൊട്ടിത്തെറിച്ചു. ഇതെന്താ രാമ ചെയ്തത്? വാനരമാംസം അഭക്ഷ്യമാണല്ലോ, നീ എന്ത് ചെയ്തു? ഇതെന്തിങ്ങനെ നീ അധർമ്മം ചെയ്തത്? വാലി ചോദിച്ചപ്പോ രാമൻ പറഞ്ഞു, ഈ ലോകത്തിലെ സമസ്ത രാജ്യത്തിന്റെയും അധികാരം ഏതൊരു ഇക്ഷ്വാകു വംശത്തിനാണോ, ആ ഇക്ഷ്വാകു വംശത്തിലെ പ്രസിദ്ധനായ ദണ്ഡന്റെ പിന്മുറക്കാരനായ ദശരഥന്റെ പുത്രനായ രാമനാണ് ഞാൻ. അങ്ങനെ തന്നെയാ പറയുന്നത്. ഓരോ രാജാവും എന്തെന്ത് തെറ്റ് ചെയ്താൽ എന്ത് ശിക്ഷ വേണമോ അതേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. സഹോദരൻ ജീവിച്ചിരിക്കവേ, അനുജൻ ജീവിച്ചിരിക്കവേ, അനുജന്റെ പത്നിയെ ബലാത്കാരേണ കൈവശം വെച്ചിരിക്കുന്ന രാജാവിന് എന്തു കൊടുക്കണോ അതേ ഞാൻ തന്നിട്ടുള്ളൂ. മഹാകർക്കശ സ്വഭാവക്കാരനാണെങ്കിലും പെട്ടെന്ന് വാലിയിൽ പരിവർത്തനം വന്നു. വാലി പറഞ്ഞു, രാമ, എന്റെ അമ്പ് വലിച്ചൂരൂ, എനിക്ക് വേദനയാവുന്നു. വല്ലാത്തൊരു രംഗമാണ് രാമായണത്തിൽ. രാമൻ വാലിയുടെ അമ്പ് വലിച്ചൂരി തൊട്ട് തടവി കൊടുത്തു. ഈ സമയത്ത് വാലി തന്റെ കഴുത്തിലൊരു മാലയുണ്ട്. ഈ മാല കഴുത്തിലുള്ളതുകൊണ്ടാണ് രാമൻ മറിഞ്ഞു കൊന്നത്. കാരണം ഈ മാല വാലിയുടെ കഴുത്തിലുള്ള കാലത്തോളം ആര് വാലിയോട് നേരെ എതിരിടുന്നോ അയാളുടെ പകുതി ശക്തി വാലിക്ക് കിട്ടും. രാമൻ അങ്ങനെ ശക്തി നശിപ്പിക്കാനുള്ള ആളല്ല, അത്ര വിഡ്ഢിയല്ല രാമൻ. തന്റെ ശക്തി ഇനി വേറെ കാര്യത്തിനുള്ളതാ. ഒറ്റ അമ്പ് നേർക്ക് രാമൻ അയച്ചു കഴിഞ്ഞാൽ രാമന്റെ പകുതി ശക്തി നഷ്ടപ്പെടും, വാലിക്ക് പകുതി ശക്തി കൂടും. ഒരമ്പും കൂടി അയച്ചാൽ രാമന്റെ വീണ്ടും ശേഷിച്ച പകുതി ശക്തി പോവും. ആ വരം വാലിക്കുണ്ട് ഈ മാല കഴുത്തിലുള്ള കാലത്തോളം. അങ്ങനെ തന്റെ ശക്തി നശിപ്പിക്കുന്ന വിഡ്ഢിയാ രാമൻ? ഒരിക്കലുമല്ല. ഈ മാല ശ്രദ്ധിക്കുക, ഈ മാല ആ നിമിഷം വരെ ശത്രുവായി കണ്ടിരുന്ന സുഗ്രീവന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു വാലി. വാലിക്ക് പറഞ്ഞാ പോരെ, രാമ, ഈ മാല എന്റെ മോൻ അങ്കദന്റെ കഴുത്തിൽ ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അച്ഛൻ അങ്ങനെയല്ലേ ചിന്തിക്കുക? ഒരച്ഛൻ അങ്ങനെയാ ചിന്തിക്കുക. പക്ഷേ വാലി ഈ മാല സ്വന്തം കൈകൊണ്ട് സുഗ്രീവന്റെ കഴുത്തിൽ അണിയിച്ചു. താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് എത്രമാത്രം ആ വ്യക്തി പശ്ചാത്തപിച്ച് പരിശുദ്ധനായെന്നുള്ളത് ഈ ഒരൊറ്റ ചെയ്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മാല കഴുത്ത് കിടന്നാൽ ആർക്കും തന്നെ ജയിക്കാൻ പറ്റില്ല. ആ മാലയാ സുഗ്രീവന്റെ കഴുത്തിൽ അണിയിച്ചത്. എത്ര പരിവർത്തനം വന്നു അയാൾക്ക്. എന്നിട്ട് പറഞ്ഞു, അങ്കദനെ പരിപാലിക്കണേ അനിയ, ഞാൻ എങ്ങനെ താരയെ പരിപാലിച്ചോ അതുപോലെ നീ പരിപാലിക്കണേ. അക്കാലത്ത് വാനരവംശത്തിൽ ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠപത്നിയെ അനുജൻ വിവാഹം കഴിക്കണമെന്ന നിയമമുണ്ട്. ഇത് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമാണ്. ഇതേ ആചാരം നമുക്ക് ബൈബിളിലും കാണാം. ബൈബിളിൽ പഴയ നിയമത്തിൽ ഈ ആചാരം കാണാം. ജ്യേഷ്ഠന്റെ പത്നി മരിച്ചാൽ അവളെ അനുജൻ വിവാഹം കഴിക്കണം എന്നുള്ളത് ഓൾഡ് ടെസ്റ്റമെന്റിൽ. അത്തരം ആചാരം ഇവിടെ വാനരവംശത്തിലുണ്ടായിരുന്നു. ചിന്തിക്കുക. ഇതാ വാലിക്ക് മനസ്സിലായി, നമുക്കിന്നും ബാക്കി പറയണ്ടല്ലോ. വാലിക്ക് മനസ്സിലായി, നമുക്കിന്നും മനസ്സിലാവുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവരോട് മനസ്സിലാക്കി കൊടുത്താൽ മതിയേ. ആരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവരോട് ഏടാകൂടെ അങ്ങോട്ട് ചോദിച്ചിട്ട് അവരെ ഒഴിവാക്കിയേക്കണം. ഏത് വാലി, ഏത് രാമൻ, എന്താ ഉണ്ടായി, ആരാ മറിഞ്ഞു കൊന്നേ, എന്തിനാ മറിഞ്ഞു കൊന്നേ, എന്റെ വിശദാംശമൊക്കെ എടുത്ത് വരും, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയേക്കുക. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക.